നമോ ഭഗവതേ വാസുദേവായ നമ. എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സുസ്വാഗതം. ഭഗവാൻ ഉദ്ധവരോട് പറയുന്ന ഉദ്ധവഗീതയിലെ ആ വിലപ്പെട്ട ഉപദേശം, ഈശ്വരപ്രാപ്തിക്ക് ജീവനെ അർഹനാക്കി തീർക്കുന്ന ജ്ഞാനയോഗം, ഭക്തിയോഗം, കർമ്മയോഗം എന്നിവയെ എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത്? തുച്ഛങ്ങളായ പ്രപഞ്ച വിഷയങ്ങളെ അനുഭവിച്ചുകൊണ്ട് കഴിയുന്നവർ ജനന മരണ സ്വരൂപമായ ഈ സംസാര സാഗരത്തിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓരോരുത്തർക്കും ശ്രേയസ്സിന് അനുകൂലമായവയെ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട് ഉദ്ധവഗീതയിലൂടെ. കർമ്മങ്ങളെ കൊണ്ട് സ്വർഗസുഖം, സമ്പത്ത്, സന്തതി, സത്കീർത്തി എന്നീ ഫലശ്രുതികളെ വേദത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഉദ്ദേശം വൈദിക കർമാനുഷ്ഠാനങ്ങളിലൂടെ ആ മനഃശുദ്ധി സമ്പാദിച്ച് ജനങ്ങൾ ശ്രേയസ്സിനെ പ്രാപിക്കണം എന്നതാണ്. ഈ മരുന്ന് കഴിച്ചാൽ കൽക്കണ്ടം തരാമെന്ന് കുഞ്ഞുങ്ങളോട് പണ്ട് പറയുന്നത് പോലെ വൈദിക കർമ്മങ്ങൾ നിഷ്കാമമായി അനുഷ്ഠിച്ച് മനഃശുദ്ധി സമ്പാദിച്ച് ജ്ഞാനത്തിലൂടെ മുക്തനായി തീരണം എന്നാണ് വേദത്തിൻ്റെ താൽപ്പര്യം. ശരീരം, ഇന്ദ്രിയങ്ങൾ, സ്വജനങ്ങൾ, പ്രപഞ്ച വിഷയങ്ങൾ ഇവയിലെല്ലാം ആസക്തിയോടെയാണ് മനുഷ്യർ ജനിക്കുന്നത്. ആ എല്ലാ വക ബന്ധങ്ങളും ദുഃഖത്തിനാണ് കാരണം. അത് മനസ്സിലാക്കാതെ അവയെ സമ്പാദിക്കുവാനും അനുഭവിക്കുവാനുമുള്ള പ്രയത്നം കൊണ്ട് ദുഃഖിച്ചും ക്ലേശിച്ചും കഴിയുന്ന ജീവനെ വീണ്ടും അജ്ഞാനത്തെ വർദ്ധിപ്പിക്കുവാൻ മാത്രം ഉപകരിക്കുന്ന കർമ്മം ചെയ്യാൻ ആരെങ്കിലും പ്രേരിപ്പിക്കുമോ? ഈയൊരു ആന്തര സിദ്ധാന്തത്തെ അറിയാൻ കഴിയാത്തവരും മനഃശുദ്ധിയില്ലാതെ അല്ലെങ്കിൽ മനഃശുദ്ധിയില്ലാത്ത അവിദ്വാൻമാരുമാണ് ഈ ഫലശ്രുതിയാൽ ആകൃഷ്ടരായി കാമ്യകർമ്മങ്ങളാണ് വേദത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. വിഷയാസക്തന്മാരും ദീനന്മാരും എല്ലാത്തിലും അത്യധികം ആശയുള്ളവരും സ്വർഗപ്രാപ്തിക്കായി അഗ്നിഹോത്രം മുതലായ കർമ്മങ്ങൾ ചെയ്യുന്നവരും ധൂമമാർഗം എന്നു പേരുള്ള ദക്ഷിണായന മാർഗത്തിലൂടെ സ്വർഗത്തിലെത്തി അവിടെ സുഖാനുഭവത്തിനുള്ള പുണ്യം ക്ഷയിക്കുമ്പോൾ, ഇല്ലാതെയാവുമ്പോൾ വീണ്ടും തിരികെ ഈ ഭൂമിയിലേക്ക് വന്ന് ജനിക്കുന്നവരുമായ ആ മൂഢന്മാർ ആത്മസ്വരൂപത്തെ ബോധിക്കുന്നില്ല. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞവനും തന്നിൽ താനായി വിളങ്ങുന്നവനും ആത്മാവുമായ എന്നെ ഈ കർമ്മങ്ങളിലൊന്നും ആസക്തരായ അവർക്ക് ഒരിക്കലും അറിയാൻ സാധിക്കുന്നില്ല. കർമ്മങ്ങളിൽ തന്നെ ശ്രദ്ധയോടുകൂടി ശരീരപോഷണം ചെയ്തുകൊണ്ട് കഴിയുന്നവർ, ഇരുട്ടിൽപ്പെട്ടവർ വഴിയറിയാത്തതുപോലെ ഈയൊരു ആത്മതത്വത്തെ അറിയുന്നില്ല. ഇനി ഹിംസയിലാണ് താൽപ്പര്യമെങ്കിൽ അത് യാഗത്തിലെ മൃഗത്തെ ഹിംസിക്കൽ മാത്രമായി തീരട്ടെ എന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയായാൽ ക്രമേണ ഹിംസയിൽ നിന്നും നിവർത്തിക്കുമല്ലോ എന്നീ പ്രകാരം വേദങ്ങളിലൂടെ പ്രകാശിപ്പിച്ച ഭഗവാന്റെ ആ അഭിപ്രായത്തെ അറിയാതെ എന്താണ് ചെയ്യുന്നത്? സ്വന്തം സുഖത്തിനായി, രുചിയുള്ള ഭക്ഷണത്തിനായി ജന്തുഹിംസ ചെയ്ത് പിതൃക്കൾ, ദേവന്മാർ, ഭൂതങ്ങൾ മുതലായവരെ ആരാധിക്കുന്നു. സ്വർഗാദി ലോകങ്ങൾ സ്വപ്നം പോലെ പരമാർത്ഥ ദൃഷ്ടിയിൽ ഇല്ലാത്തവയാണ്. അവയെ സമ്പാദിക്കുവാനുള്ള അത്യാഗ്രഹത്താൽ ഈ കച്ചവടക്കാർ അധിക ലാഭം ഉദ്ദേശിച്ച് വ്യാപാരം ചെയ്യുന്നത് പോലെ ധനം ചെലവാക്കി യാഗങ്ങൾ, ദാനങ്ങൾ തുടങ്ങിയവയെല്ലാം ചെയ്യുന്നു. മനസ്സിൽ സത്വം, രജസ്, തമസ് എന്നീ 3 വിധ വാസനകളോട് കൂടിയവർ ഈ 3 ഗുണങ്ങളോട് കൂടിയ ഇന്ദ്രാദി ദേവന്മാരെയാണ് ഉപാസിക്കുന്നത്. നിർഗുണനായ ഈ എന്നെയല്ല എന്ന് ഭഗവാൻ വീണ്ടും വീണ്ടും പറയുന്നു. ഈ മനുഷ്യലോകത്തിൽ വെച്ച് ദേവന്മാരെ യജ്ഞങ്ങളെ കൊണ്ട് ആരാധിച്ച് ആ പുണ്യത്തിൻ്റെ ഫലമായി സ്വർഗത്തിൽ പോയി അവിടുത്തെ സുഖങ്ങൾ അനുഭവിക്കാം. എന്നാൽ ഈ പുണ്യം ക്ഷയിച്ചാലോ മനുഷ്യരുടെ ഇടയിൽ വീണ്ടും വന്ന് നല്ലൊരു കുലത്തിൽ തന്നെ ജനിക്കുകയും ചെയ്യാം. ഇങ്ങനെ ആ ഫലശ്രുതിയോടു കൂടിയ വേദവാക്യങ്ങളാൽ ആകൃഷ്ടരായി കഴിയുന്നവരും അഭിമാനികളും എല്ലാം അറിഞ്ഞവരാണെന്ന ഗർവോടു കൂടിയവരുമായ കർമ്മടന്മാർക്ക് ഈശ്വരനായ എന്നെപ്പറ്റി കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. കർമ്മം, ഉപാസനാജ്ഞാനം എന്നീ 3 ഖണ്ഡങ്ങളോടു കൂടിയ വേദത്തിൻ്റെ ആ പരമസിദ്ധാന്തം ബ്രഹ്മവും ജീവനും ഒന്നാണെന്ന്
ബോധിപ്പിക്കലാണ്. ഋഷികൾ അതിനെ അസ്പഷ്ടമായ രൂപത്തിലാണ് വേദങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അങ്ങനെ പരോക്ഷമായി പറയുന്നതാണ് എനിക്കും ഇഷ്ടമെന്ന് ഭഗവാൻ നമ്മോടായി പറയുന്നു. ഇനി ശബ്ദബ്രഹ്മമാകുന്ന വേദം സമുദ്രം പോലെ അനന്തവും അപാരവും അറിയുവാനും പ്രവേശിക്കുവാനും ഏറ്റവും പ്രയാസമേറിയതുമാണ്. പര എന്ന പേരിൽ പ്രാണനായും പശ്യന്തി എന്ന പേരിൽ മനസ്സായും മധ്യമ എന്ന പേരിൽ വാഗീന്ദ്രിയമായും സൂക്ഷ്മരൂപേണ വിളങ്ങുന്ന വേദം വൈഖരി എന്ന പേരിൽ ശബ്ദമായിട്ട് സ്ഥൂലരൂപമായി തീരുമ്പോൾ മാത്രമേ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നുള്ളൂ. അവസാനമില്ലാത്ത ശക്തിയോടു കൂടിയവനും സർവവ്യാപിയും പരബ്രഹ്മസ്വരൂപിയുമായ ഞാൻ തന്നെയാണ് പരാ, പശ്യന്തി, മധ്യമ, വൈഖരി എന്നീ രൂപത്തിൽ പ്രകടമായി തീരുന്നത്. ഇനി നാദത്തിൽ അധിവസിച്ചുകൊണ്ട് ഞാൻ ജീവജാലങ്ങളിൽ താമരത്തണ്ടിനുള്ളിലെ നൂലെന്ന പോലെ സൂക്ഷ്മരൂപേണ വിളങ്ങുന്നു എന്ന് ഭഗവാൻ പറയുന്നു. ഈ എട്ടുകാലി തന്നിൽ നിന്ന് നൂലിനെ പ്രകടമാക്കുന്നത് പോലെയാണ് നാദരൂപേണ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രാണൻ മനസ്സിലൂടെ വാക്കിനെ പുറമേക്ക് പ്രകാശിപ്പിക്കുന്നത്. സമഷ്ടിപ്രാണനിലൂടെ അഭിവ്യക്തിയെ പ്രാപിക്കുന്ന പരമാത്മ ചൈതന്യം ഹിരണ്യഗർഭൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഹൃദയാകാശത്തിൽ വിളങ്ങുന്ന ഹിരണ്യഗർഭനിൽ നിന്നാണ് മനസ്സും അക്ഷരങ്ങളും വാക്കുകളും ഉണ്ടാകുന്നത്. വേദസ്വരൂപനും അമൃതസ്വരൂപനുമായ ഹിരണ്യഗർഭനിൽ നിന്നുണ്ടാകുന്ന ഓംകാരം ആ മുതൽ ഔ വരെയുള്ള 16 സ്വരങ്ങളായും ക മുതൽ മാ വരെയുള്ള 25 സ്പർശങ്ങളായും ഷ, ഷ, സ, ഹ എന്നീ ഊഷ്മാക്കളായും യ, ര, ല, വ എന്നീ അന്തസ്ഥങ്ങളായും തീർന്ന് പദങ്ങളായി പിന്നീട് വാക്യങ്ങളായി ഛന്ദസ്സുകളായി വേദസ്വരൂപേണ പ്രകടമായി തീരുന്നു. സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇപ്രകാരം വേദങ്ങളും പ്രകാശിപ്പിക്കുന്നവനും പ്രളയത്തിൽ ലയിപ്പിക്കുന്നവനും ഹിരണ്യഗർഭൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഞാൻ തന്നെയാണ്. ഗായത്രി ഉഷ്ണിക്ക് അനുഷ്ടുപ് ബൃഹതി, പങ്ക്തി ത്രിഷ്ടുപ്, ജഗതി അതിഛന്ദസ്, അത്യഷ്ടി അതിജഗതി അതിവിരാട് എന്നീ ഛന്ദസ്സുക്കളുടെ രൂപത്തിലാണ് ഞാൻ വേദങ്ങളായി പ്രകടീഭവിക്കുന്നതെന്ന് ഭഗവാൻ പറയുന്നു. ഇതേപോലെ അപാരവും അഗാധവുമായ വേദങ്ങളുടെ താൽപ്പര്യവും അതിഗഹനമാണ്. വേദത്തിൽ കർമ്മങ്ങളെ പ്രതിപാദിക്കുന്ന ഭാഗങ്ങളിൽ ഇന്നിന്ന യജ്ഞങ്ങൾ അനുഷ്ഠിക്കണമെന്ന് പറയുന്ന ആ വാക്യങ്ങളുടെയും ഉപാസനാകാണ്ഡത്തിൽ ഉപാസ്യങ്ങളായി എന്തിനെ നിർദ്ദേശിക്കുന്നു എന്നതിൻ്റെയും ഉപനിഷത്തുക്കളിൽ എന്തിനെ അവലംബിച്ചുകൊണ്ട് പ്രപഞ്ചത്തെ നേതി ഇതല്ല എന്ന് നിഷേധിക്കുന്നു. ഇതിൻ്റെയും താൽപ്പര്യം ഈശ്വരനായ എനിക്കു മാത്രമേ ശരിയായി അറിയാവൂ എന്ന് ഭഗവാൻ ഉദ്ധവരോടായി പറയുന്നു. കർമ്മകാണ്ഡത്തിൽ ഇന്ദ്രാദി ദേവതകളായി യാഗങ്ങളെ കൊണ്ട് ആരാധിക്കുവാൻ വിധിക്കുന്നതും ദേവതാകാണ്ഡത്തിൽ ഉപാസനാസ്വരൂപങ്ങളായി നിർദ്ദേശിക്കുന്നതും ജ്ഞാനകാണ്ഡത്തിൽ ആത്മാവിൽ നിന്ന് ആകാശാദി പഞ്ചഭൂതങ്ങളുടെ ഉൽപ്പത്തിയെ വർണ്ണിച്ച ശേഷം അവ മായ കൊണ്ട് തന്നിൽ തോന്നപ്പെടുന്ന ആരോപണങ്ങളാണെന്നും ബോധിപ്പിച്ച് അവയെല്ലാം നിഷേധിച്ച് സാക്ഷാത്കരിക്കാൻ ഉപദേശിക്കുന്നതും പരബ്രഹ്മതത്വമായ എന്നെ തന്നെയാണ്. വേദത്തിൻ്റെ താൽപ്പര്യം ജഗത്തും ജീവനും ബ്രഹ്മത്തിൽ കയറിൽ പാമ്പെന്ന പോലെ ആരോപിക്കപ്പെട്ടവയാണെന്നു മനസ്സിലാക്കി മിഥ്യാരൂപമായ അവയെല്ലാം നിഷേധിച്ച് അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു എന്ന ബോധത്തിൽ സ്ഥിതി ചെയ്യുക എന്നതാണ്. ഈ അനുഭൂതിക്കു വേണ്ട മനഃശുദ്ധി ഉണ്ടാക്കി തീർക്കാനാണ് വേദങ്ങളിൽ ഗുണദോഷങ്ങളെയും വിധി നിഷേധങ്ങളെയും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ജ്ഞാനത്തിനോ ഭക്തിക്കോ അധികാരിയായി തീരാൻ ആവശ്യമായ മനഃശുദ്ധി ഉണ്ടാകുന്നതുവരെ മാത്രമേ ധർമാധർമ്മങ്ങളെയും ഗുണദോഷങ്ങളെയും മാനിക്കേണ്ടതുള്ളൂ. ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ചാലും ഭക്തി കൊണ്ട് കർമ്മവാസനകൾ നശിച്ചാലും ജീവൻ ബ്രഹ്മത്തിൽ ലയിച്ചൊന്നായിത്തീരും. അതുതന്നെയാണ് ജന്മസാഫല്യവുമെന്ന് പറഞ്ഞുകൊണ്ട് ഗുണദോഷങ്ങളുടെ പ്രസക്തിയെക്കുറിച്ച് പറഞ്ഞ് ഉദ്ധവരോടായി പറഞ്ഞ ഭഗവാൻ ഇത് അവസാനിപ്പിച്ചു. ഇനി ഭഗവാൻ പറയുന്ന തത്വനിരൂപണത്തെക്കുറിച്ചുള്ള വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ ശരണം. ശ്രീനാരായണായേതി സമർപ്പയാമി.